എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിലെ ചെറിയ 2 പോർഷൻസ് ഷെയർ ക്യാപിറ്റലും ഡ്രോയിങ്സും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓണർ അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർ അയാളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി അല്ലെങ്കിൽ മണി വർത്ത് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മണി മീൻസ് അത് മെഷീനറി ആകാം, അല്ല മണി ആകാം, അല്ലെങ്കിൽ മണി വർത്ത് ആയിട്ടുള്ള മെഷീനറിയോ ഗുഡ്സോ എന്താണോ ഒരു ഓണർ അയാളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാൾ കൊണ്ടുവരുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റലാണ്. അപ്പോൾ ജേർണൽ എൻട്രി സഹിതം പറയാൻ കാരണം നമുക്കിപ്പോൾ CSEBയിൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ജേർണൽ എൻട്രി സഹിതം പറയുന്നത്. അപ്പം നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റലാണ്. അപ്പോൾ അവിടെ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. പിന്നീട് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അവിടെയും തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്? അത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. അപ്പം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി വർത്ത് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി എന്നും പറയും. ഷെയർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ഒരു ജേർണൽ എൻട്രി. ക്യാപിറ്റലിന് അവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. പിന്നെ ഷെയർ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് ബാലൻസ് ഷീറ്റിന് ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. പിന്നീട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓൺഡ് ഫണ്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഓൺഡ് ഫണ്ട് എന്നറിയപ്പെടുന്നതും എന്താണ്? ഷെയർ ക്യാപിറ്റലാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ ആയിരുന്നു. അപ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഏത് ബാലൻസ് വരും? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇത് ഓൾറെഡി നമുക്ക് ഫിക്സ് ആക്കാം. ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ഒരു എക്സ്പെൻസ് ആണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടുള്ളത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് ചോദിച്ചത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ജേർണൽ എൻട്രി ചോദിക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പോൾ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ ആയിരിക്കും. പിന്നീട് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മെമ്പറിൻ്റെ ലൈബിലിറ്റി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പറിൻ്റെ ലൈബിലിറ്റിയാണ്. അതേപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ടോട്ടൽ ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. അപ്പോൾ രണ്ടും തിരിഞ്ഞു പോകരുത്. ലൈബിലിറ്റി ഓഫ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിൻ്റെ ലൈബിലിറ്റി ആണ് എങ്കിൽ അത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലും ടോട്ടൽ ലൈബിലിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ ലൈബിലിറ്റി എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അതുപോലെ തന്നെ ഡിവിഡൻറ്റ് കൊടുക്കുന്നത്, ഒരു മെമ്പറിന് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് അതും ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് 25% നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% എക്സീഡ് ചെയ്യാനും പാടില്ല. അവിടെയും ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് ഒരു ഡിവിഡൻറ്റ്, ഒരു മെമ്പറിന് നമ്മൾ ഡിവിഡൻറ്റ് കൊടുക്കുന്നതും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ 25%, അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ എക്സീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാക്സിമം ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് റേസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കളക്ട് ചെയ്യാൻ പാടില്ല. ഓതറൈസ് ഒരു നിശ്ചിത ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, അതിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? കളക്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഇത്രയാണ് ഷെയർ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്
ഒരു ഓണർ അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനേയും മണി അല്ലെങ്കിൽ മണി വർത്തിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റലിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിലാണ് ഷെയർ ക്യാപിറ്റലിനെ കാണിക്കുന്നത്. എന്തുകൊണ്ട് അല്ലെങ്കിൽ ഏത് കോൺസെപ്റ്റ് പ്രകാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. പിന്നീട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? ഒരു എക്സ്പെൻസ് ആയിരിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ എന്നാണ് അവരുടെ ഒരു അതിൻ്റെ ഒരു ജേണൽ എൻട്രി എന്ന് പറയുന്നത്. പിന്നെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിൻ്റെ ലൈബിലിറ്റി ആണെങ്കിൽ അത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലും, ടോട്ടൽ ലൈബിലിറ്റി ആണെങ്കിൽ അത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. ഡിവിഡൻഡ് നൽകുന്നത് ഏതിൻ്റെയാണ്? നമ്മുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന് 25% കൂടാൻ പാടില്ല, അതിലാണ് നമ്മൾ ഡിവിഡൻഡ് നൽകുന്നത്. പിന്നീട് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി, അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സോ ക്യാഷോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പം പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി ഗുഡ്സോ അല്ലെങ്കിൽ ക്യാഷോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതെ, സെയിം ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ തന്നെ സെയിം. എന്തുകൊണ്ടാണ് ഡ്രോയിങ്സ് നമ്മൾ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ്? അതും ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് നമ്മൾ ഡ്രോയിങ്സിനെ എന്ത് കാണിക്കുന്നത്? ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു ക്യാഷോ ഗുഡ്സോ അയാൾ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ ഡ്രോയിങ്സിന് എന്താണ്? എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി അയാൾ ക്യാഷാണ് ഡെബിറ്റ് അല്ലെങ്കിൽ ക്യാഷാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നും, ഇനി ഗുഡ്സാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് വേണം. അപ്പോൾ രണ്ടും രണ്ട് എൻട്രിയാണ്. അപ്പം നമ്മൾ പഠിച്ചു ഡ്രോയിങ്സിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്യാഷാണ് എടുക്കുന്നതെങ്കിൽ, ക്യാഷാണ് അയാൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നും, ഗുഡ്സാണ് അയാൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് എന്നാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ് എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്താണ്? ഒരു ഇൻകമാണ്. അവിടെ നമ്മൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു. അതുപോലെ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് എന്ത് അക്കൗണ്ട് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ആണ്. തിരിഞ്ഞു വരുന്നത് ഡ്രോയിങ്സിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ ഷെയർ ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ. അപ്പോൾ ഇത്രയും അതാണ് അവർ തമ്മിലുള്ള ഒരു ജേണൽ എൻട്രിയുടെ അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. പിന്നീട് നമ്മൾ ഡ്രോയിങ് എന്ന് പറയുമ്പം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് നൽകുക അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേ ചെയ്യുക, ഇതെല്ലാം എന്താണ്? ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൊപ്പറേറ്റർ ക്യാഷോ ഗുഡ്സോ എന്തോ ആവട്ടെ അയാളുടെ പേഴ്സണൽ യൂസിന് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ക്യാഷാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നും, ഗുഡ്സാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസും എന്ന് പറയും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ഇൻകമാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എപ്പോഴും ഡ്രോയിങ്സിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്ങിന് ക്രെഡിറ്റ് ബാലൻസ്, അതായത് ഡ്രോയിങ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റ് ലൈബിലിറ്റി സൈഡിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അത് ഏത് കോൺസെപ്റ്റ് പ്രകാരമാണ് എന്ന് ചോദിക്കുകയാണെന്ന് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ് ഡ്രോയിങ്സിനെ നമ്മൾ ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് നൽകുന്നത്, ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ്? ഡ്രോയിങ്സ് ആയിട്ടാണ് നമ്മൾ കരുതാറുള്ളത്. അപ്പം ഷെയർ ക്യാപിറ്റലും ഡ്രോയിങ്സും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഓൺ ദ ഫണ്ട് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ബിസിനസ് സംബന്ധിച്ചുള്ള എന്താണ്? അതൊരു ഇൻകമാണ്. ഷെയർ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് ലൈബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്? അത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. അതുപോലെ ആ 3 ജേണൽ എൻട്രി നമ്മുടെ ക്യാപിറ്റലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് എങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ എന്നും, പിന്നീട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ എന്നാണ്. ഡ്രോയിങ്സിൻ്റെ കേസിൽ ക്യാഷാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നും, ഗുഡ്സാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റഡ് ടു പർച്ചേസ് എന്നും. അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ എൻട്രി വരും? ഡ്രോയിങ് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എന്നാണ് വരുന്നത്. താങ്ക് യു.